ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പി.സി. ജോർജിന്റെ വസതിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മിഥുൻ അയ്യപ്പൻ നമ്മളോടൊപ്പം ചേരുന്നു. മിഥുൻ, നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഷോൺ ജോർജ് എന്നിവരെ കാണാം. കൂടുതൽ വിവരങ്ങൾ. നേരത്തെ തന്നെ ബി.ജെ.പി സമഗ്രമായിട്ടുള്ള പൂർണ്ണ പിന്തുണ പി.സി. ജോർജിന് നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം രാഷ്ട്രീയമായി മുതലെടുക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള രാഷ്ട്രീയ വേട്ടയാടലിന് പി.സി. ജോർജിനെ വിട്ടുകൊടുക്കില്ല എന്നുള്ള പ്രഖ്യാപനം കെ സുരേന്ദ്രൻ അടക്കം നടത്തിയിരുന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് റിമാൻഡിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ച് ചികിത്സയിൽ തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങിയത്. ഇപ്പോൾ അദ്ദേഹത്തിനെ കണ്ട് ആരോഗ്യ വിവരങ്ങൾ അറിയിക്കുന്നതിനും മറ്റു പിന്തുണയെല്ലാം അറിയിക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ പൂഞ്ഞാറിലെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹവുമായി കണ്ട് സംസാരിച്ചു. ഒപ്പം മകരം ബി.ജെ.പി നേതാവുമായിട്ടുള്ള ഷോൺ ജോർജുമായും കൂടിക്കാഴ്ച നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അദ്ദേഹത്തിന് റിമാൻഡിൽ നിന്ന് ജാമ്യം ലഭിച്ചതിന് പിന്നാലെയും ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നേരിട്ടുമെല്ലാം പി.സി. ജോർജിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള മതമൗലികവാദികളുടെ ഗൂഢശ്രമങ്ങൾ കൊണ്ട് ബി.ജെ.പി നേതാക്കളെ വരുതിയിലാക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ ബി.ജെ.പി സംസ്ഥാന നേതൃത്വം കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. അത്തരത്തിലുള്ള ഈ വേട്ടയാടലിനെ സംസ്ഥാന സർക്കാരിന്റെ ഭരണകൂട വേട്ടയാടലിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കുമെന്നും ബി.ജെ.പി സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ വസതിയിൽ നേരിട്ടെത്തി അദ്ദേഹത്തെ സുഖവിവരങ്ങൾ അറിയുന്നതിനും അതുപോലെ തന്നെ പിന്തുണ പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വസതിയിലെത്തിയത്. വിശദമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച തന്നെ നടത്തുമെന്നാണ് കരുതുന്നത്. പി.സി. ജോർജ് റിമാൻഡിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ സമയത്ത് ഇതൊരു പോരാട്ടമാണെന്നും ഒരു പോരാട്ടത്തിന്റെ തുടക്കമാണെന്നും വ്യക്തമാക്കിയിരുന്നു. ഈരാറ്റുപേട്ടയിലടക്കം പിടിയും മുറുക്കിയിരിക്കുന്ന ചില മതമൗലികവാദികളുടെ സ്വാധീനമുണ്ട്. ഒപ്പം തന്നെ വർഗീയമായിട്ടുള്ള വേർതിരിവുകൾക്ക് ശ്രമിക്കുന്നുണ്ട്. അടുത്തിടെ ഉണ്ടായ സംഭവ വികാസങ്ങളെല്ലാം ഇതിന്റെ ഫലമാണ്. 30 കൊല്ലത്തിലാണ് അധികം അവിടെ ജനപ്രതിനിധിയായിരുന്നു. തനിക്ക് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് താൻ പ്രസ്താവനകൾ നടത്തിയത്. അതിൽ ചില വാക്കുപിഴകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് പി.സി. ജോർജ് വ്യക്തമാക്കിയിരുന്നു. ഈ റിമാൻഡിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം അദ്ദേഹം വ്യക്തമാക്കിയത് തന്നെയാണ് തന്റെ അത്തരത്തിലുള്ള നിലപാടിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല. ദേശവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള തന്റെ നിലപാടിൽ നിന്ന് മാറ്റമില്ല. ആ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ വഖഫ് നിയമത്തിനെതിരെ കടുത്ത നിലപാട്, വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കേരളത്തിൽ നടക്കുന്ന പ്രചാരണങ്ങൾക്കെതിരെ കടുത്ത നിലപാട് പി.സി. ജോർജ് പ്രകടിപ്പിച്ചിരുന്നു. അതിലുള്ള വൈരാഗ്യമാണ് ഇപ്പോൾ പരാതിക്കാരായിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിനടക്കം പ്രകോപിപ്പിച്ചത്. അത്തരത്തിലുള്ള നിലപാടുകൾക്കൊപ്പം നിന്നതുകൊണ്ടാണ് പി.സി. ജോർജിന്റെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വിജയം പോലും നഷ്ടപ്പെടുത്തിയത്. അദ്ദേഹം ദേശവിരുദ്ധ ശക്തികൾക്കൊപ്പം നിന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരോട് വിട്ടുവീഴ്ച നടത്തിയിരുന്നെങ്കിൽ ഇപ്പോഴും അദ്ദേഹം നിയമസഭയിൽ ഉണ്ടാകുമെന്നാണ് ഷോൺ ജോർജ് ആ ഘട്ടത്തിലെല്ലാം പ്രതികരിച്ചത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം ആശുപത്രി വാസം കഴിഞ്ഞ് വിശ്രമത്തിലാണ്. ഈ ഒരു ഘട്ടത്തിലാണ് വീട്ടിലെത്തി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തെ കാണുന്നതും ഇത്തരത്തിലുള്ള പിന്തുണ നേരിട്ട് അറിയിക്കുകയും വിശദമായിട്ടുള്ള കൂടിക്കാഴ്ചയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. ഇതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.